വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് ഡേ വീഡിയോ ആണ്. സോ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്താ ഫുൾ ഇരുടാണല്ലോ എന്ന്. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. ഞാൻ ബാംഗ്ലൂരിൽ വെറുതെ പോവല്ല, എൻ്റെ ചേച്ചി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചേച്ചീനെ ആക്കാൻ പോവാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തു. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. സോ ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിയ ടൈം എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പം 5 ആയിട്ടുണ്ട്. കുറച്ചൊന്ന് വെളിച്ചം വന്ന് തുടങ്ങി. സോ നമ്മൾ കുറച്ച് എക്സൈറ്റഡും കുറച്ച് വിഷമത്തിലുമാണ്, കാരണം ചേച്ചി പോവുകയാണല്ലോ. ഇത് പിന്നെ കുറച്ച് കാലമായിട്ടോ എടുത്ത് വെച്ചിട്ട് October 6 എടുത്താണ്, പക്ഷെ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ വയനാട് ചുരം എത്തി. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത്ര വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4th ചുരമായിട്ടേ ഉള്ളൂ, ഇനിയും ഒത്തിരി പോവാണ്ട്. സോ ഞാൻ ഇത്തിരി വിഷമത്തിലാണ്. പിന്നെ കാറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുൾ ഭയങ്കര സാധനങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര പാക്ഡാണ്. ഒത്തിരി സ്ഥലത്തിൽ നമ്മൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഉറങ്ങി, പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഫുൾ ചാർജ് ഞാൻ രാവിലെ കുത്തിയിട്ടിട്ട് രാത്രി വരുമ്പോൾ 3% ഉണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. കടയിൽ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം ഞാൻ നെയ്റോസ്റ്റായിരുന്നു മേടിച്ചത്. അപ്പം ഞാൻ കഴിക്കുകയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്ന ഓർത്തില്ല, ഞാൻ വേഗം തന്നെ കഴിച്ചു. അപ്പോഴായിരുന്നു എനിക്ക് ഇത്തിരി സമാധാനമായത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു എനിക്ക് ഇത്തിരി തൃപ്തിയായത്. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ അടുത്താണ് ഈ ഒരു ഇതുണ്ടായിരുന്നത്, ഈ ഒരു സ്യൂട്ട് കേസ്. ബാക്കിൽ തലേണിയൊക്കെ ഉണ്ട്. അപ്പം ഇത്തിരി ആക്റ്റീവായത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ്. എന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത് തന്നെ. അപ്പം ഞാനിപ്പോൾ പോകുന്നതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഇപ്പോഴാണ് എടുക്കുന്നത്, പക്ഷെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. സോ ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാറ്റർഡേ സൺഡേ ആയിരുന്നു, ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോയതാട്ടോ. ഇതായിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു. എനിക്ക് കുറച്ചേ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയുള്ളൂ. ഞാൻ ഫുള്ള് എന്താ പറയുക ആസ്വദിച്ച് പോവുമായിരുന്നു. അപ്പം ഞാൻ ഓവറൊന്നും എടുത്തില്ല, പക്ഷെ പറ്റുന്ന പോലെ എടുത്തു. പിന്നെ കാറ് സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്ര എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കാട്ടിൽ എത്തിയിട്ടോ, കർണാടക ഫോറസ്റ്റ്. അവിടുന്ന് ഞാൻ വീഡിയോ ഒന്നും അത്ര എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എടുത്ത വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചിട്ടാം. നമ്മൾ കാട്ടിൽ എത്തിയത് ഒരു 6:30-7:30 ടൈമിലായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഒരു മൃഗത്തിനെ പോലും കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫാസ്ടാഗിൻ്റെ സ്ഥലത്തെത്തി. ഞാനാണെങ്കിൽ ഫാസ്ടാഗ് കൊടുക്കാനുള്ള സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. ദെൻ അവിടെ കുറേ സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. എൻ്റെ കോലം കണ്ടില്ലേ, ഒന്നിനും നമ്മൾ കണ്ടില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞേ. അങ്ങനെ നമ്മൾ ഏകദേശം മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ചേച്ചി പോകുന്നതിൽ. ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഈ മലയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഗിഫ്റ്റ് കുറച്ച് പെന്നും പെൻസിലൊക്കെ ഞാൻ കൊടുത്ത് ഹാപ്പിയാക്കി. സോ ഫ്രണ്ട്സ്, അപ്പം ഞാനൊരു പമ്പിൽ നിർത്തിയിട്ടേക്കാണ് വണ്ടി. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാൻ മറ്റേ ഗ്രീൻ ഹുഡി ഇട്ടത്, ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മൾ പമ്പിൽ വെയിറ്റ് ചെയ്യാണ്. പെട്രോൾ അടിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ഇറങ്ങി വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ പോയി. അപ്പം ഞാനിവിടെ ഇരുന്ന് ഭയങ്കര വീഡിയോ എടുക്കലായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സോ ഇപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പം അപ്പുറത്ത് ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തോ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ ഇട്ടതെന്ന് കാണിച്ചില്ല കേട്ടോ. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു, കാരണം അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് പറയണേ ഗായ്സ്. ഇതാണ് എൻ്റെ ചേച്ചീൻ്റെ കോളേജ്, രാജരാജേശ്വരി കോളേജാണ്. ബാംഗ്ലൂരിൻ്റെ തുടക്കത്തിൽ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. സോ ചേച്ചി നഴ്സിങ്ങിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്.
അപ്പം ഇതാണ് നമ്മുടെ കോളേജ്. നല്ല രസമല്ലേ? അപ്പം കുറേ കോളേജ് ഉണ്ട് കേട്ടോ. രാജരാജേശ്വരീൻ്റെ എൻജിനീയറിങ്ങിൻ്റെ ഒക്കെ ഞാൻ കണ്ടു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേച്ചീൻ്റെ ക്ലാസ്സിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ വന്നിട്ട് ഞാനിങ്ങനെ പറയുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫുൾ ഒരു 80% മലയാളീസായിരുന്നു. ഫുൾ മലയാളം വർത്താനമായിരുന്നു നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ആകെ കുറച്ച് കുട്ടികളേ ഉള്ളൂ ഇവിടെ നിന്നുള്ള. ബാക്കി എല്ലാവരും ഈ പത്തനംതിട്ട, മലപ്പുറം അങ്ങനെയുള്ള കുട്ടികളായിരുന്നു. സോ നമ്മൾക്ക് കുറച്ച് ഫോംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മളുടെ ടോക്കൺ നമ്പർ അല്ല, എന്തോ ഒരു നമ്പർ, റോൾ നമ്പർ പോലത്തെ എന്തോ നമ്പർ തന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ 46 ആണ്. 46 വിളിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് എന്താ പറയുക, ഫീസൊക്കെ അടച്ചിട്ട് നമുക്ക് നേരെ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടിരുന്നു. ഹോസ്റ്റൽ ഒരു പുതിയ ബിൽഡിംഗ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്. അവിടുത്തെ വാർഡൻ ഭയങ്കര പാവാണ്, മഞ്ജുലിക എന്നായിരുന്നു പേര്. അങ്ങനെ നമ്മൾ അവിടേക്കൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അവിടെ എത്തിയത് 1:30-ക്കാണ് ഗൈസ്. ഇപ്പം സമയം എന്ന് പറയുന്നത് 4 മണിയാണ്. അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് മടുത്തു. ഇതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ബാക്കിലൊക്കെ പോയിട്ട് എടുക്കുന്നതാ. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ അവിടുന്ന്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കറക്റ്റ് നമ്മളെ വിളിച്ചു കേട്ടോ. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ കോളേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ചായയൊക്കെ എടുത്തത്. അവിടെ കടിയും തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്താൽ അവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർത്തെ ചേച്ചിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയുന്നത് അവിടെ പൂജ നടന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. നമ്മുടെ സാധനം കേട്ടോ അവിടെ സ്യൂട്ട് കേസിലാക്കി വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ ഹോസ്റ്റലിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഒരു റൂം ടൂർ പോലെ എടുത്തു കേട്ടോ. ഇതാണ് ചേച്ചീൻ്റെ ബെഡ് എന്ന് പറയുന്നത്. അവിടെ ചേച്ചി ഇരിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും ഉണ്ട്, 6 കുട്ടികളുണ്ട് കേട്ടോ. ഇതാണ് ബെഡൊക്കെ. ചേച്ചീൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ വേഗം തന്നെ പോയി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കാറ് ദൂരത്തായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ബർഗർ കഴിച്ചു, പിന്നെ രാത്രി ഫുഡ് കഴിച്ചു, അതൊന്നും എടുത്തില്ല. ഇതാണ് എൻഡിങ് കേട്ടോ. ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ചേച്ചീനെ ആക്കി ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.